السلام عليكم ورحمة الله تعالى وبركاته. كيف أنتم يا إخواني؟ أظنكم أنكم قد شغلتم بامتحاناتكم ودروسكم وأنتم كنتم في عطلة سعيدة جيدة ميمونة. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ കാലാവധി കഴിഞ്ഞു, ഉഷാറായിട്ട് എല്ലാവരും പരീക്ഷ എഴുതി. മാഷാ അല്ലാഹ്. നമുക്ക് ഇനി നോക്കാനുള്ളത് രണ്ടാം സെമസ്റ്ററിലെ പുതിയ ഭാഗങ്ങളൊക്കെയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വളരെ റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ സമീപിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു പാഠവുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. തൗബത്തുൻ നസൂഹ എന്നുള്ള സയ്യിദ് റമദാൻ ബൂത്തിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഖുതുബ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഇന്ന് ക്ലാസ് തുടങ്ങാം. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നമുക്ക് എക്സസൈസ് എടുക്കും വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. തൗബത്തുൻ നസൂഹ, നസൂഹായ തൗബ നമുക്കറിയാമല്ലോ. വന്തും തഅലമൂന മത്തൗബ وهناك أبيات حول التوبة اطلب متابا بالندامة مقليا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق آدمي ولهذه الأركان فرعا وكملا. أظنكم أنكم قد حفظتم منذ سنين وأنتم تعلمون جيدا حول التوبة وفضائلها وخصائصها وما الذي يحصل للتائبين. ഓക്കെ, അപ്പോൾ തൗബത്തുൻ നസൂഹ റമദാൻ ബൂത്തിയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം, ഈ പാഠത്തിൻ്റെ അവസാനം നമ്മൾ പരിചയപ്പെടുത്തും. ഇന്നനി എന്തായാലും ഞാൻ ഒരുപാട് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിമശാഹിദ കസീറ, ഒട്ടനവധി സംഭവങ്ങൾ കൊണ്ട് ഞാൻ ഇമ്പാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഷ്ഹദ് ജംഉഹു മശാഹിദ്, സംഭവങ്ങൾ, മനാദിർ, ഹുദൂസ്, അഹ്ദാസ്, ഹവാദിസ് മിൻ സീറത്തി ഹയാത്തിൽ ഫുളൈൽ ഇബ്നു ഇയാദ് ബിൻ മസ്ഊദ് എന്ന മഹാമനീഷി, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തും. ഫുളൈൽ ഇബ്നു ഇയാദ് ബിൻ മസ്ഊദ് ബിൻ ബിശ്ർ എന്ന മഹാമനീഷിയുടെ ത്യാഗോജ്ജലമായ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്നെ ആഘാതാകർഷിച്ചിട്ടുണ്ട്, എനിക്ക് സ്വാധീനമുണ്ടായിട്ടുണ്ട്, എന്നെ ആഘാതാകർഷിച്ചിട്ടുണ്ട്. വലഅല്ലി അഹമ്മി ഹാദിൽ മശാഹിദ്, അക്കൂട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾ എന്നെ ആകർഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രോമിനൻ്റായ, ഏറ്റവും ലജദീറുൻ ബിസിക്ർ, ലജദീറുൻ അൻ തുസ്കർ, ലജദീറുൻ അൻ തുഹ്ഫദ്, ലജദീറുൻ അൻ തുത്ബ, അനുധാവനം ചെയ്യപ്പെടേണ്ട, പ്രവർത്തിക്കപ്പെടേണ്ട, പിന്തുടരേണ്ട ഒരുപാട് സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഷ്ഹദ് തഹവ്വുലിഹി മിൻ അക്സത്തിഹി വല്ലലാഇ ഇലാ അസ്മി ദർജാത്തിൽ ഹിദായത്ത് വൽ ഇർഫാൻ. മഷ്ഹദ് തഹവ്വുലിഹി, ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ മാറ്റത്തിൻ്റെ ചരിത്രമായിരിക്കാം, ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ മാറ്റത്തിൻ്റെ കാഴ്ചയായിരിക്കാം, അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൻ്റെ കഥയായിരിക്കാം. മിൻ അക്സത്തിഹി വഴികേടിൽ നിന്ന്, അങ്ങേ വഴികേടിൻ്റെ കൂപ അല്ലെങ്കിൽ വഴികേടിൻ്റെ നെറുകേടിൻ്റെ ദുരവസ്ഥയിൽ നിന്ന് ഇലാ അസ്മാ ദർജാത്തുൽ ഹിദായ, അസ്മ അഅല അർഫ അഫ്ളൽ, അങ്ങേ തലക്കൽ സന്മാർഗ ദർശനത്തിൻ്റെ, സൗകുമാര്യത്തിൻ്റെ അല്ലെങ്കിൽ നല്ല മാർഗത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ദർശനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മാറ്റമായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ولعل أهم هذه المشاهد مشهد تحوله من أقصته والضلال إلى أسمى درجات الهداية والعرفان. ما معنى عرفان؟ عرفان തിരിച്ചറിവ്. عرف من عرف نفسه فقد عرف ربه, من عرف نفسه فقد عرف ربه. തിരിച്ചറിവിൻ്റെ ആ ഒരു ലോകത്തേക്ക് മാറിയതായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാദാ ശുഊറു കാന വലാ യസാലു യുഹൈമിനു അലൈഹി, ഇദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചറിഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, ഈ തിരിച്ചറിവ്, കാന വലാ യസാൽ, സദാസമയവും, യുഹൈമിനു അലയ്യ, എന്നെ ഹൈമന സൈത്വറ, എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കാന ഷോറു ഹാദ ഷോറു കാന വലാ യസാലു യുഹൈമിനു
അലൈ എന്നെ എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടേയിരുന്നു. കുല്ലമാ വഖഫ്തു അലൽ ഫാസിൽ സമനിയ്യ ദഖീഖ് ബൈന മർഹലത്തൈ ഹയാത്തി ഫുളൈൽ ഇബ്നു ഇയാദ്, ഞാൻ എപ്പോഴൊക്കെയാണോ ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ, നന്മയുടെ ഘട്ടവും തിന്മയുടെ ഘട്ടവും, ആ നന്മയുടെയും തിന്മയുടെയും ഘട്ടങ്ങളുടെ ഇടയിലുള്ള ചെറിയൊരു അൽഫാസിൽ സമനിയ്യ ദഖീഖ്, ചെറിയൊരു ഗ്യാപ്പ്, ചെറിയൊരു നന്മയുടെ ഘട്ടം തിന്മയുടെ ഘട്ടം, അതിനിടയിലുള്ള ഫാസിൽ ഡിവൈഡർ, അസമനി ഡിവൈഡർ, കാല ഡിവൈഡർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു രണ്ട് ഘട്ടമുണ്ടല്ലോ, അവിടെ നിന്ന് ഇവിടുന്ന് അല്ല, എന്താ ട്രംപിൻ്റെ മുമ്പും ട്രംപിൻ്റെ ശേഷവും ഉള്ള അമേരിക്ക. അപ്പോൾ അതിനിടയിലുള്ളൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവില്ല. ട്രംപ് വന്നതിന് മുമ്പും ട്രംപ് വരുന്നതിന് മുമ്പും ട്രംപ് വന്നതിന് ശേഷവും, ട്രംപ് വരുന്നതിൻ്റെയും ട്രംപ് പോകുന്നതിനിടയിലുള്ള ഒരു ഗ്യാപ്പ്, അങ്ങനെയെല്ലാം പറയില്ല. അതിന് ഫാസിൽ സമയി കാലതാമസം, അദ്ദഖീഖി വളരെ നേരിയ കാലതാമസത്തിനെ കുറിച്ചിട്ട് ഞാൻ പഠിക്കുമ്പോഴെല്ലാം ഈ ഒരു തിരിച്ചറിവ് എന്നെ ഒട്ടനധികം സ്വാധീനിച്ചിരുന്നു. ഈ തിരിച്ചറിവ് എന്നെ ഒരുപാട് അങ്ങോട്ട് സ്വാധീനിച്ചിരുന്നു. കുല്ലമ വഖഫ്തു അലൽ ഫാസിൽ സമനിയ്യ ദഖീഖി, അതിനേരിയ സൂക്ഷ്മമായ ഒരു കാലഘട്ടം, ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോഴെല്ലാം ബൈന മർഹലത്തൈ ഹയാത്തിൽ ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സുപ്രധാനമായ രണ്ട് ഘട്ടങ്ങൾക്കിടയിലുള്ളൊരു ഗ്യാപ്പ്, നന്മഘട്ടം, തിന്മയുടെ ഘട്ടം, ഈ ഘട്ടങ്ങൾക്കിടയിലുള്ള അതിസൂക്ഷ്മമായൊരു ഗ്യാപ്പിനെ കുറിച്ചിട്ട് ഞാൻ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴെല്ലാം ഈ തിരിച്ചറിവ് എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. കാരണം ആ രണ്ട് ഗ്യാപ്പ് എങ്ങനെയാണ് ഇത്? കാരണം ഷാബൻ, അദ്ദേഹം യുവകോമളനായിരുന്നു. എന്തൊക്കെയാണോ വിചാരിച്ചതൊക്കെയും അപ്പടി ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു. മുസ്രിഫൻ അലാ നഫ്സിഹി ഇസ്റാഫ് അന്തദാലമുൻ മുതകബ്ബിറൻ ജാബിറൻ അലാ നഫ്സിഹി ഫാഖിറൻ മുഫ്തഖിറൻ, അദ്ദേഹം അഹങ്കാരിയായിട്ട് ദുർവ്യാനം ചെയ്തുകൊണ്ട് ഇരുന്ന ഒരാളായിരുന്നു. മാരിദൻ അൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് നാസിയൻ റബ്ബഹു അല്ലദീ ഖലഖഹു വഅംകനഹു കുല്ല മാ ശാഅ വഅംകനഹു ലികുല്ലി മാ ശാഅ, എന്തൊക്കെയാണോ വിചാരിച്ചതിനൊക്കെയും സൗകര്യം ചെയ്തു കൊടുത്ത പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത വ്യവഹാരം അദ്ദേഹത്തിന് ഗതകാലങ്ങളിൽ ഉണ്ടായിരുന്നു. വയസ്ബഹ ബഅദ ദാലിക റബ്ബാനിയൻ ആബിദ, അതൊരു വേഷം. ശേഷം ഇദ്ദേഹം സ്വാറ റബ്ബാനിയൻ അല്ലദീ യതഖറബു ഇലല്ലാഹി ബിന്നവാഫിലി വസ്സുലൂക് വന്നുസൂക് വൽമനാസിക് ആബിദൻ ആബിദായിരുന്നു, ആലിമായിരുന്നു, സാഹിനായിരുന്നു. മുഖ്ബിലൻ അലല്ലാഹി ബികുല്ലി കിയാനി, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന ആളെന്നെ. കിയാൻ സാത്ത് എന്ന് വെച്ചാൽ തൻ്റെ എല്ലാ കഴിവും വെച്ച്, കിയാൻ എന്ന് പറഞ്ഞാൽ ഹൈഅത്ത്, തൻ്റെ മുഴുവൻ ഭാവങ്ങൾ ഉപയോഗിച്ചിട്ട് അള്ളാഹുമായിട്ടുള്ള അചഞ്ചലമായ ബന്ധം സ്ഥാപിക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹം മാറി. ഈ നന്മയുടെ ഒരു ഘട്ടവും അതേപോലെ തന്നെ മുസ്രിഫ് എന്നുള്ള മറ്റൊരു ഘട്ടവും, അതിനിടയിലുള്ള അതിസൂക്ഷ്മമായ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലെത്തുമ്പോൾ, ആ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ, ആ ഗ്യാപ്പ് എൻ്റെ കണ്ണുകളിൽ വരുമ്പോൾ ഈ ഒരു തിരിച്ചറിവ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തിരിച്ചറിവ് എന്നെ ഒരുപാട് എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഹഫിൽതും വതഅല്ലംതും വഫഹിംതും അظنكم أنكم قد فهمتم جيدا, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, വഹാദ ശുഊർ ഹുവ അല്ലദീ ജഅലനി മുതഅദ്ദിബ, ഈ ഒരു തിരിച്ചറിവാണ് എന്നെ സദാസമയവും മുതഅദ്ദിബ മുഅല്ലിമ അധ്യാപകനാക്കിയിട്ട് നിലനിർത്തുന്നത്. അമാമ ശാരിദീൻ സിറാത്തില്ലാഹി വഹദി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, ഷാരിദീൻ അള്ളാലീൻ അൽ മുതഫർരിഖീൻ അൽ മുതഅഖിരീൻ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് അസാലീൻ വ്യതിചലിച്ച ആൾക്കാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ആൾക്കാരോട് സദാസമയവും അവരെ അത് പഠിപ്പിക്കാൻ എനിക്ക് പ്രേരണയായിട്ട് വർത്തിക്കുന്ന ഒരു തിരിച്ചറിവാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച, തിന്മയിൽ മാത്രം മാറാടുന്ന, നന്മയുടെ വികാരമോ ഒരു തരി പോലും തൊട്ട് തീണ്ടാത്ത, നന്മയുടെ ഭാഗത്തേക്ക് തിരിനോട്ടം പോലും മയക്കാത്ത ആളുകളുടെ മുമ്പിൽ ഒരു അധ്യാപകനായിട്ട് എന്നെ സദാസമയം നിലനിർത്തുന്നത് ഈ ഒരു വികാരമാണ്. വഹാദ ശുഊർ ഹുവ അല്ലദീ ജഅലനി മുതഅദ്ദിബൻ അമാമ ശാരിദീന അൻ സിറാത്തില്ലാഹി വഹദിഹി ഹുസ്നുൽ ളന്നി ബിമസീരിഹിം വനിഹായതിഹിം. ഹുസ്നുൽ ളന്നി അല്ലെങ്കിൽ ഹസനുൽ ളന്നി, നല്ല ശുഭാപ്തി, ഒപ്റ്റിമിസ്റ്റിക്. ഹസനുൽ ളന്നി ശുഭാപ്തി, വിശ്വാസി, ഒപ്റ്റിമിസ്റ്റിക്.
ശുഭാപ്തി വിശ്വാസിയായിട്ട് തന്നെയാണ് ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. മസീറിഹിം അവരുടെ അന്ത്യത്തിലുള്ള കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം. നിഹായത്തിഹിം അവരുടെ മടക്ക് അവസാനം ഇവർ നന്നാകുമെന്നുള്ള ഉത്കടലമായ ആഗ്രഹവും പ്രതീക്ഷയുമാണ്. ഇപ്പോഴും മോശമായിരിക്കെ തന്നെ എത്ര കണ്ട് അവർ മോശമായാലും അവരോട് അദബ് പഠിപ്പിച്ചിട്ട് അധ്യാപനം നടത്തിയിട്ട് അവരുടെ മുമ്പിൽ ഞാൻ നിൽക്കാനുള്ള കാരണം ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ വരുന്ന ഒരു ആലോചനയാണ്. ഞാൻ പഠിപ്പിക്കുന്ന ശിഷ്യന്മാർ ഒരുപാട് മോശമായിരിക്കും, പക്ഷേ ഹസനുൽ മസീരിഹിം അവരുടെ മടക്കം, അവരുടെ അന്ത്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. നിഹായാത്തിഹിം അവരുടെ മടക്കത്തെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് എത്ര തന്നെ അകന്ന് ദൂരെയായിട്ട് ഞാൻ അവരുടെ മുമ്പിൽ ഒരു മുതഅദ്ദിബായിട്ട്, ഒരു മുഅല്ലിമായിട്ട്, ഒരു മുദരിസായിട്ട്, ഒരു മുതമരീനായിട്ട് ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നു. ഏതാനും ഒരു ദിവസം അവരിൽ നിന്ന് ഓരോരുത്തരും മാറിയേക്കാം. അങ്ങനെ മാറുക എന്നുള്ളത് അപ്രാപ്യമല്ല, അങ്ങനെ മാറുക എന്നുള്ളത് പ്രാപ്യമാണ്. അങ്ങനെ മാറുക എന്നുള്ളത് സാധ്യമാണ്, സുസാധ്യമാണ്, അസാധ്യമാണ്, അസാധ്യമായതല്ല, സാധ്യമാണ്. ഇതിലായബോധു അത്ഭുതമൊന്നുമല്ല. ഇങ്ങനെ തിന്മയിൽ മാത്രം അഭിരമിച്ചു നിൽക്കുന്ന ഇവരിൽ നിന്നുള്ള ഓരോരുത്തരും മടങ്ങാൻ ഫിയോമുമ്മ ഏതെങ്കിലും ഒരു സമയത്ത് മിൻഹയാത്തി തങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ ആ യോമിമ്മ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കാം, ഔക്കർബ് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന രീതിയിലായിരിക്കാം. ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ദുഷിച്ച ജീവിത ശൈലിയിൽ നിന്ന് അവർ മാറിയേക്കാം. ബൗദ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മാറുന്നതായിരിക്കും. ഏതായാലും മാറുമെന്നുള്ള ഒരൊറ്റ ഹുസ്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരോട് കൂടെ ജീവിച്ചു പോകുന്നത്. സീറത്തുൽ ഫുളൈൽ ഇബ്നു ഇയാദ് മാലിക് ദിനാർ അംസാലുഹും കസീർ ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് കാലം തിന്മയിൽ ആറിയാടിയതിന് ശേഷം നന്മയുടെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ സുഗന്ധത്തിൻ്റെ പാതയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ ചരിത്രം, മാലിക് ഇബ്നു ദീനാറിൻ്റെ ചരിത്രവും മറ്റനേകം പ്രഗത്ഭരായ പ്രസിദ്ധരായ ഒരുപാട് മഹത്തുക്കളുടെയും ചരിത്രം ഇതൊക്കെ തന്നെയാണ്. ആ പ്രസിദ്ധർ ഓഹും കസീർ ഒരുപാട് ആൾക്കാരുണ്ട്. തുടക്കം തന്നെ നല്ല ഒരു രീതിയിലുള്ള ജീവിതമല്ല ഇക്കൂട്ടർ ജീവിച്ച് തീർത്തത്. ആദ്യമൊക്കെയും ഒരുപാട് ദുശ്ചിന്തകൾ, ദുഷ്പ്രേരണകൾ, ശൈത്താനീയത്തുമായിട്ടുള്ള ജീവിതം ജീവിച്ചതിന് ശേഷം ഇടക്കാലത്തുണ്ടായ കാതലായ മാറ്റങ്ങളിലൂടെയാണ് ഇസ്ലാമിൻ്റെ നല്ല രീതിയിലേക്ക് ഇവരൊക്കെ വന്നു തീർത്തത്. ആ ഒരു ചരിത്രം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു നാൾ, ഏതെങ്കിലും ഒരു ദിനം, അത് ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കാം, ഔബാദ് അല്ലെങ്കിൽ വളരെ വിദൂരമായ ഒരു ദിനമായിരിക്കാം, അവരൊക്കെ മാറും. ഏതായാലും ഫുളൈൽ ഇബ്നു ഇയാദിനെ കുറിച്ച് നമുക്ക് ഒരല്പം പഠിക്കാം. ഉലിദ റഹിമഹുല്ലാഹ് ഫി മദീനത്തി ഇസ്മുഹു നസ എന്ന പ്രസിദ്ധമായ ഒരു പട്ടണത്തിലായിരുന്നു ഇദ്ദേഹം ഭൂജാതനായത്. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അവിടെയാണ്. താബിയത്തിൽ സമർക്കന്ത് പട്ടണത്തിൻ്റെ താബിയായിട്ട് വരുന്ന, ഉള്ളിലായിട്ട് വരുന്ന അല്ലെങ്കിൽ കീഴിലായിട്ട് വരുന്ന നസ എന്ന പട്ടണത്തിലായിരുന്നു ജനിച്ചത്. ഹിജ്രി 105 വർഷത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മം. വാമദ അശ്റൽ അവ്വൽ മിൻ ശബാബിഹി തൻ്റെ യൗവനത്തിൻ്റെ ആദ്യ ഭാഗം, അശ്റൽ അവ്വൽ അൽ ജുസ്ഉൽ അവ്വൽ وأمضى الشطر الأول من شبابه وأنفق حياته وأنفق الجزء الأول من شبابه من തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ഇദ്ദേഹം കാഴ്ചകൂട്ടി. ഫാത്തിഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുമ്പൊന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്നില്ലേ, അഗ്രസീവ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ജോഷുള്ള ആൾക്കാർ, അതിനാണ് ഫാത്തിഖ്. ബത്വാഷ് അക്രമി എന്നൊക്കെയാണ്. ഫാത്തിഖും ബത്താഷ് ഒരേ അർത്ഥം. അക്രമിയായിട്ട്, നിർവിചിന്തനത്തോടു കൂടി, നിർവികാരനായിട്ട്, ഒരു തരം വികാരവും വികാരം എന്നല്ല, ചിന്തകളൊന്നുമില്ലാതെ തോന്നുംപടി ജീവിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ബത്വാഷ്. അക്രമിയായിട്ട് ബാക്കിയുള്ളവരെ ആക്രമിച്ചുകൊണ്ട് കൊള്ള ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത കാലഘട്ടമായിരുന്നു തുടക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൊള്ള ചെയ്യും, വഴിയിലേക്ക് പോകുന്ന ആൾക്കാരെ കൊള്ള ചെയ്യും. അംബുലുന്നാസ് ജനങ്ങളുടെ മുതലൊക്കെയും ഇദ്ദേഹം കൊള്ളയടിക്കും. ജനങ്ങളുടെ സമ്പാദ്യം മുഴുവനും ഇദ്ദേഹം കൊള്ളയടിക്കും. ജനങ്ങളുടെ ഇഖ്തലസ റാഞ്ചുക, കൊള്ളയടിക്കുക, ജനങ്ങളുടെ മുതലൊക്കെയും കൊള്ളയടിക്കുന്ന ഒരു ഗതകാലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. വക്കാന യതറബ്ബസ് ബിസ്സാബിലത്ത് വൽ മുസാഫിരീൻ സാബിലത്ത് സബീൽ വഴിയിലൂടെ പ്രവേശിക്കുന്ന ആൾക്കാരെ, യാത്രക്കാരെ ഇദ്ദേഹം
രഹസ്യമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. തറബസബി എന്ന് പറഞ്ഞാൽ റാഞ്ചാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നൊക്കെയാണ്. ഒക്കാനെ തറബസ് ബിസാബില സാബില അൽ മുസാഫിർ യാത്രക്കാർ ഫി മഫാസത്തി ബൈന അബ്യൂറദ് വമർബ് ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ഒരു മഫാസ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഡെസേർട്ട്, എന്താ പറയാ, പീഠഭൂമി അല്ലെങ്കിൽ മഫാസത്ത് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, മരുഭൂമി. അബ്യൂറുടെയും മർവയുടെയും ഇടയിലുള്ള മരുഭൂമിയിൽ കൊള്ള സംഘങ്ങളായിട്ട് യാത്രക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാത്തിരുന്നു. അങ്ങനെ ഒരു ഗതകാലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ മഫാസിദ് ബൈൻ അബ്യൂറുടെ മർവിൻ്റെയും അബ്യൂറിൻ്റെയും ഇടയിലുള്ള ഹൃദയഭൂമി അല്ലെങ്കിൽ ഡെസേർട്ടിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ ഇദ്ദേഹം കാത്തിരുന്നു. ഹത്ത ഔരിഫത്തിൽ മഫാസത്ത് ബിസ്മിഹി ഇദ്ദേഹം കാത്തു നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അബ്യൂറിൻ്റെയും മർവയുടെയും ഇടയിലുള്ള ആ ഒരു മരുഭൂമി ഇദ്ദേഹത്തിൻ്റെ ഇയാളിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഇയാളിൻ്റെ സ്ഥലം എന്ന രീതിയിൽ അറിയപ്പെട്ടു. ഇയാളിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഫുളൈൽ ബിൻ ഇയാളിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഉരിഫത്തിൽ മഫാസത്ത് ബിസ്മി ഹത്ത ഉരിഫത്തിൽ മഫാസ ഇദ്ദേഹം കൊള്ളയടിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന് ഇദ്ദേഹത്തിൻ്റെ ഫുളൈലിൻ്റെ സ്ഥലം എന്ന രീതിയിൽ അറിയപ്പെട്ടു. وغدت منطقة رعب في نفوس المجتازين ورجال القوافل. وغدت منطقة رعب في نفوس المجتازين ورجال القوافل. غدا وأنتم تعلمون غدت ആയി മാറി. വഗദത് ഈ മഫാസത്ത് ആയി മാറി. മിൻതഖത്ത് റഅബിൻ ഫി നഫൂസിൽ മുജ്താസീൻ. മിൻതഖത്ത് റഅബ് ഭയത്തിൻ്റെ ഏരിയ ആയിട്ട് മാറി. മക്കാൻ പ്രവിശ്യ ഭയത്തിൻ്റെ ഏരിയ ആയിട്ട്, പേടിയുടെ സ്ഥലമായിട്ട് മാറി. ഫി നഫൂസിൽ മുജ്താസീൻ ഇജ്താസ ക്രോസ് ചെയ്യുക. ആ വഴിയിലൂടെ പോകുന്ന ആൾക്കാർക്ക് അതൊരു ഭയത്തിൻ്റെ ഏരിയ ആയിട്ട് മാറി. ഒരു ജാൽ ഖവാഫിൽ യാത്രാ സംഘത്തിനും അതേപോലെ തന്നെ കച്ചവട സംഘത്തിനും ഒരു ഭയത്തിൻ്റെ ഏരിയ ആയിട്ട് ഇത് മാറി. വഗദത് മിൻതഖത്ത് റഅബിൻ ഫി നുഫൂസിൽ മുജ്താസീന വരിജാൽ ഖവാഫിൽ ഖാഫില കൂട്ടങ്ങൾക്കും അതേപോലെ തന്നെ യാത്രാ സംഘങ്ങൾക്കൊക്കെയും ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഒരു മഫാസ, ഈ ഒരു ഭൂമി അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഡെസേർട്ട് ഒരു ഭയത്തിൻ്റെ ഏരിയ ആയിട്ട് മാറി. ഭയത്തിൻ്റെ മരുഭൂമിയായിട്ട് മാറി. ഫക്കാനിയത്തെ വാസവന ബില്ലിബിത്യാദാലിക്കത്വരീഖ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്ക് സ്ഥിരമായിട്ട് പോകുന്നവർ പരസ്പരം ഉപദേശിക്കുമായിരുന്നു. അൻദാലിക്കത്വരീഖ് ബില്ലിബിത്യാദാലിക്കത്വരീഖ് കഴിയുന്നതും ആ ഒരു വഴി ഉപേക്ഷിച്ചിട്ട് ആ വഴിയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിലൂടെ പോകുന്ന ആൾക്കാർ ഉപദേശിക്കുമായിരുന്നു. ഫക്കാനിയത്തെ വാസവന ബില്ലിബിത്യാദാലിക്കത്വരീഖ് ആ വഴിയിലൂടെ പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന രീതിയിൽ അവർ പരസ്പരം ഉപദേശിക്കുമായിരുന്നു വഴിയാത്രക്കാർ. കൈലായ ഖൗഫി കമായിനിഹി ഫുളൈൽ ബിൻ ഇയാളിൻ്റെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടി, രഹസ്യ സ്ഥലത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. വക്കാന ഫുളൈൽ യഅ്മിദുൽ അംവാലല്ലതി യൻഹബുഹ മിൻ അമലിഹി ഹാദ ഇദ്ദേഹം തൻ്റെ ഈ കൊള്ള ചെയ്തിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യത്തിലേക്ക് യഅ്മിദു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നർത്ഥം. ആഗ്രഹിക്കുക, ലക്ഷ്യം വെക്കുക. ആ ഒരു സമ്പാദ്യമായിരുന്നു യൻഹബു ഖത്അത്തരീഖ് സറഖ മോഷ്ടിക്കുക, കൊള്ള ചെയ്യുക. നഹബ ആ മോഷ്ടിക്കുന്ന മുതലിലേക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താല്പര്യമത്രയും. വകാനൽ ഫുളൈൽ യഅ്മിദു ഇലൽ അംവാലല്ലതി തൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവനും. തൻ്റെ സൗകര്യത്തിന്, തൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അദ്ദേഹം അതിനെ ചിലവഴിക്കും. സുഖം, സൗകര്യം, ആഗ്രഹം. സ്വറഫ ചെലവഴിക്കുക. ഫീ സബീൽ മലാദിഹി സൗകര്യമില്ലാതെ മലാദ് സുഖം, ആഡംബരത്തിൻ്റെ വഴിയിൽ ഇദ്ദേഹം ഇതിനെ ചിലവഴിക്കുമാണ്. അത്യാഡംബരത്തിൻ്റെ വഴിയിലായിരുന്നു ഇദ്ദേഹം ചിലവഴിക്കുന്നത്. സ്വറഫ ആഡംബരത്തിൻ്റെ ഒരു വഴിയിലായിരുന്നു ഇദ്ദേഹം ഇതിനെ ചെലവഴിച്ചിരുന്നത്. ആഡംബരത്തിൻ്റെ ഒരു വഴിയിൽ ചെലവഴിച്ചിരുന്ന ഒരു ജീവിതക്രമമായിരുന്നു തുടക്ക കാലഘട്ടത്തിൽ ഫുളൈൽ ബിൻ ഇയാദിനുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. ഇൻഷാ അല്ലാഹ് മാറ്റത്തിൻ്റെ തുടക്കം എപ്പോഴാണ് എന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചർച്ച ചെയ്യാം. തൽക്കാലം നിർത്താണ്. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.